കഴിഞ്ഞ വർഷം വരെ ഡൽഹിയിലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനെ അവിടെ വിട്ട് മാസമായിട്ട് ഞാനിവിടെ വീട്ടിലിരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് ഒരുപാട് സ്ട്രെസ്സാണ്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഈ ഡേക്ക് വേണ്ടിയിട്ട്. ആക്ച്വലി സത്യം എന്താ എനിക്കറിയാം, എനിക്ക് ഒരു മൈൻഡൊന്ന് റിലാക്സ് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഗൂഗിളും യൂട്യൂബും ഒക്കെ സെർച്ച് ചെയ്ത് പക്ഷേ എവിടെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്, എവിടെ നിന്നാണ് എനിക്കത് എടുക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഇന്നത്തെ ക്ലാസ് എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. കുറച്ച് എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടി. ഇത് എങ്ങനെ ഞാനൊന്ന് കൂളാവണം, എങ്ങനെ എനിക്ക് കാരണം ഞാൻ സ്ട്രെസ് ചെയ്യുമ്പോൾ അതെൻ്റെ മക്കളെ ബാധിക്കുന്നുണ്ട്. അതിന് ഞാൻ എങ്ങനെ മാറ്റേണ്ടത് ഞാൻ ചിന്തിച്ചോളെ സ്വയം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ്. ശരിക്കും ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ അത്രത്തോളം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്കത് കൂടെ എങ്ങനെ എൻ്റെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ആയിരിക്കും ഒരു ക്ലാസ് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഹൈറ്റയ്ക്ക് ഒരു ക്ലാസ് കൊടുക്കാം. അപ്പോൾ ഈ വർഷത്തെ ഇന്റർനാഷണൽ യോഗ ഡേയുടെ തീമായിരുന്നു യോഗ ഫോർ വിമൻ എംപവർമെന്റ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടീച്ചർമാരുടെ ഇവിടെ കുട്ടികളുണ്ട്. നമുക്ക് അവർക്ക് മാത്രം ക്ലാസ് കൊടുത്തിട്ട് ആ തീമിലേക്ക് എത്തിക്കാമായിരുന്നു. അത് കൂടാതെ നമ്മൾ അമ്മമാരെ വിളിച്ചത് അതിൻ്റെ പറഞ്ഞതുപോലെ എംപവേർഡ് ആയ ഒരു അമ്മ എന്ന് പറയുന്നത് എംപവേർഡ് ആയ കുട്ടിയാണ്, എംപവേർഡ് ആയ ഒരു കുടുംബമാണ് അല്ലേ. ഒരു അമ്മ എംപവേർഡ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കുടുംബം എംപവേർഡ് ആയി. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലാണ് എനിക്ക് അമ്മമാരുടെ താല്പര്യം, സ്കൂളിൽ അമ്മമാരുടെ താല്പര്യം. ഇത് കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നവരാണ് ഈ അമ്മ എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് മഹാന്റെ അമ്മയെ നോക്കിയാലും ആ കുട്ടിയിലെ അവർ ചെറിയ സ്വാധീനം കാണും. ഇവിടെ ഏറ്റവും ക്രിമിനലുകളായ ആൾക്കാരുടെ നമ്മൾ കുട്ടികളെ കാണുമ്പോൾ ഞാനൊരു ടീച്ചറായിരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കാറുള്ളത് അവരുടെ കുടുംബത്തെ അറിയാനാണ്. കാരണം ഈ കുടുംബം കുട്ടിയിൽ ചെലുത്തുന്ന ഒരു